അതായത് എനിക്ക് റാങ്കിൽ ഒരു 400 പേരുടെ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷെ ഒരു 12,000 കിടക്കുന്നവർക്ക് ഒരു 1000 റാങ്കോളം താഴ്ന്ന വന്നേക്കണം. 13,000 കിടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഫോർമുല മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അതിലൊരു വ്യക്തതയുണ്ടോ? അതായത് മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഈ സംഭവിച്ചതെന്നൊക്കെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തിയ ആദ്യത്തെ ഫോർമുല, ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്ന ഫോർമുല നല്ലതായിരുന്നു. ഒരു 5:3:2 റേഷ്യോ ആയിരുന്നു. അത് രണ്ടു കൂട്ടർക്കും നല്ലതായിരുന്നു. പക്ഷെ അത് CBSE മുൻപ് അറിഞ്ഞില്ലായിരുന്നു എന്നായിരുന്നു അവരുടെ പ്രതികരണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലങ്ങളിൽ വരെ സ്റ്റേറ്റുകാർക്ക് ഒരു 27 മാർക്സ് കുറച്ചിട്ട് CBSE മാർക്ക് കൂട്ടിയിട്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ സ്റ്റേറ്റുകാരുടെ എക്സാം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന് മാറ്റമായിട്ടാണ് ഈ ഇയറിൽ സ്റ്റേറ്റുകാരുടെ എക്സാം അവര് ടഫാക്കി, അത്യാവശ്യം നിലവാരത്തിലാക്കി, പിള്ളേരുടെ നിലവാരം കൂട്ടാൻ. അത് കൂട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീമിന് സ്റ്റാൻഡർഡൈസേഷൻ വരാണ്ടിരിക്കാനായിരുന്നു. പക്ഷെ ഇത്തവണ കീമിന് സ്റ്റാൻഡർഡൈസേഷൻ വരുത്തുകയും ചെയ്തിട്ട് ഞങ്ങൾക്ക് എക്സാം ടഫായിരുന്നു. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഉപകാരം ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ പരീക്ഷകൾ പൂർത്തിയാകുന്നതിന്റെ തലേദിവസമാണ് ഇതിന്റെ ആലോചനകൾ വന്നതും പ്രോസ്പെക്ടസിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നൊക്കെയാണല്ലോ. 2024 വരെ ജൂണിലായിരുന്നു എക്സാം. ഇത്തവണ അവര് നേരത്തെ കൊണ്ട് എക്സാമും വെച്ചു. ഏപ്രിൽ അവസാനമാകുമ്പോഴേക്കും എക്സാമും വെച്ചു. റാങ്ക് ലിസ്റ്റും വൈകി. ഇപ്പൊ കുട്ടികൾക്ക് മാനേജ്മെന്റ് വഴിയാണ് എടുക്കേണ്ടത്, അതോ റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യണം? എല്ലാവരും ഭയങ്കര ഡൗട്ടിലായിരുന്നു. വലിയ ആശങ്കയുണ്ടോ ഒരു തുടർ പഠനത്തിനൊക്കെ? എന്റെ കുറെ ഫ്രണ്ട്സിന് ഡൗട്ടായിരുന്നു, ഇനി റിപ്പീറ്റിന് പോണോ? അത് മാത്രമല്ല, ഇത്തവണ റിപ്പീറ്റ് ചെയ്തവര്, അതായത് ടെസ്റ്റ് കഴിഞ്ഞ് ഒരു ഇയർ കഴിഞ്ഞിട്ട് ഇപ്പൊ എഴുതിയവരുണ്ട്. അവർക്ക് അതായത് സ്റ്റേറ്റ് സിലബസുകാർക്ക് 5,000 വരെ റാങ്ക് ചേഞ്ച് ആയിട്ട് വന്നേക്കണേ. ഇപ്പൊ എന്റെ കസിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് വരെ 19,000 അത് 25th റാങ്കിലേക്ക് വന്നു. 19 25,000 വരെ വന്നു. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കൈ പഠിച്ചവരാണ്. പിന്നെ 29 40,000 ആയി. അത് ഒരു വർഷം കളഞ്ഞു പഠിച്ചവരാ. അവർക്ക് വരെ എത്ര മാറ്റം വന്നേ. ഞങ്ങൾ പിന്നെ നേരിട്ട് പോയി ഒരു മാസത്തെ പഠിച്ച് എഴുതിയവരാന്ന് വിചാരിക്കാം. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് 5,000 റാങ്ക് വരെ വ്യത്യാസം വന്നേ. അപ്പൊ അത്തരം ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന അല്ലെങ്കിൽ മാർക്കിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തവർക്ക് ഞങ്ങൾക്ക് വലിയ വ്യത്യാസം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ മെറിറ്റ് വഴി കയറുന്നവർക്ക് അതിൽ വലിയ വ്യത്യാസം ഞാൻ, കാരണം തൊട്ട് മുന്നത്തെ റാങ്ക് വരെ കുറെ കോഴ്സിന് ആഗ്രഹിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കാം, അവർക്ക് വ്യത്യാസമാണ്. പക്ഷെ അപ്പോഴും റിപ്പീറ്റ് ചെയ്തവർക്ക് ഇത് വലിയൊരു ചതി തന്നെയായിരുന്നു. കാരണം 5,000 റാങ്ക് എന്ന് പറയാൻ ചെറിയ വ്യത്യാസം ഉള്ളത്. പുണ്യ, അപ്പോഴേ ഈ അങ്ങനെ ഒരു വലിയ വ്യത്യാസം വരുന്നവർക്ക് സർക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പോംവഴി പറയുന്നുണ്ടോ? ഇവർക്ക് തുടർ വിദ്യാഭ്യാസം മുടങ്ങില്ലെന്നോ? അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ തന്നെ ഇവര് വൈകി എക്സാം നേരത്തെ വെച്ചിട്ടും റാങ്ക് ലിസ്റ്റ് ഇപ്പഴാ വന്നത്. എന്നിട്ട് പിന്നെ ഇതിപ്പോ ഹൈക്കോടതി തല്ലിന്നും പറഞ്ഞ അടുത്ത റാങ്ക് ലിസ്റ്റ് വന്നു. ഇനി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കണ്ടേ? കൊറോണയുടെ സമയത്ത് 6 മാസം നടക്കണ്ടായി പഠിച്ച് എക്സാം വെക്കേണ്ടത് KTU അവര് 3 മാസം കൊണ്ട് നടത്തി. ഇതിപ്പോ അങ്ങനെ തന്നെയാവും. എവിടെ പോയാലും ഉപകാരം. ഇതിനൊരു അവസാനം ഉണ്ടാവുമ്പോൾ ഇതിങ്ങനെ തന്നെ പോകും. ഇനിയും കേരളത്തിൽ തന്നെ പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഉദ്ദേശിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യമില്ല. KTU യൂണിവേഴ്സിറ്റിയുടെ കാര്യം എല്ലാവർക്കും പറയണതാ. ഒരു കാര്യമില്ല. എന്റെ ചേട്ടൻ പഠിച്ച് പറഞ്ഞതാ. എക്സാമും ഇവരുടെ സപ്ലിയുടെ കാര്യമായാലും ഇവരുടെ റിവാലുവേഷൻ്റെ ആയാലും എല്ലാം ഒരു ഡ്രൈവും തട്ടിപ്പോവാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.